ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് ആര്യനെ കൂടെ വിളിച്ചിരിക്കുകയാണ്. ജിസേലാണ് ആര്യനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയെന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ ബിഗ് ബോസ് തന്നെ ആര്യനെ കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആര്യൻ കയറി വരുമ്പോൾ തന്നെ ജിസേൽ ഈ ഒരു വാർത്ത പറയുന്നു. അപ്പോൾ തന്നെ ആര്യൻ ജിസേലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൺഫെഷൻ റൂമിലേക്ക് ആര്യൻ കയറി ഇരുന്ന് കഴിയുമ്പോൾ ബിഗ് ബോസിനോട് സംസാരിക്കുന്നു. അപ്പോൾ ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോഴും ബിഗ് ബോസും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളെ ജിസേലിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്, അവിടെ ജിസേലിനെ ഒന്ന് ആശ്വസിപ്പിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അവർ ജിസേലപ്പോൾ ഓൾറെഡി കൺഫെഷൻ റൂമിൻ്റെ പുറത്ത് ആ ഒരു വരാന്ത പോലത്തെ ഇരിക്കുന്ന സ്ഥലത്താണ് അവിടെ ഇരുന്ന് കരയുന്നത്. അപ്പോൾ ആര്യനും അവിടെ ഒരുമിച്ച് ജിസേലിൻ്റെ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ വിളിച്ചായിരുന്നോ, വീട്ടിലേക്ക് വിളിച്ചായിരുന്നോ, വീട്ടിലുള്ള ആരെങ്കിലും വിളിച്ചായിരുന്നോ, അമ്മയെ വിളിച്ചായിരുന്നോ എന്നൊക്കെ ആര്യൻ ജിസേലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ആര്യൻ ജിസേലിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിസേൽ ഒരുപക്ഷെ ക്വിറ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ജിസേൽ വളരെയധികം ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ മരണമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എത്രമാത്രം പ്രഷറിലാണ് അവർ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതെന്ന് നമുക്ക് പുറത്ത് നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ കൂടെയാണ് ഈ ഒരു മരണവാർത്തയും കൂടെ അറിയുമ്പോൾ എങ്ങനെയാകും അവരുടെ പിടിച്ചു നിൽക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്. എന്തായാലും നമുക്ക് ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.